കൗതുകം എന്നുള്ളത് ഈ ഇപ്പം ഫ്രാൻസും സെനഗലും ഒരേ ഗ്രൂപ്പിൽ വന്നു എന്നുള്ളതാണ്. നമ്മുടെ ഓർമ്മകൾ 2002 ലോകകപ്പിൽ നമ്മൾ ഇതേപോലെ കണ്ടിട്ടുണ്ട്. കാരണം 98 ലോകകപ്പിൽ സിനദീൻ സിദാന്റെ ആ 2 ഗോളുകൾ ബ്രസീലിനെ അട്ടിമറിക്കുക, ബ്രസീലിനെ തകർത്തുകൊണ്ട് കപ്പടിച്ച ഒരു സമയമുണ്ടായിരുന്നു ഫ്രാൻസിന്. ആ സമയത്ത് നമുക്കറിയാം ബ്രസീലായിരുന്നു ഫേവറേറ്റ്സ്. റൊണാൾഡോ അവസാന മത്സരത്തിൽ അദ്ദേഹം പരിക്ക് മറച്ചു വെച്ചു കളിച്ചു എന്ന തരത്തിലുള്ള ആ ലോകകപ്പിന്റെ വലിയൊരു ചിത്രമായിരുന്നു. ബാർത്തേസ് റൊണാൾഡോയുടെ മുകളിൽ കൂടി ഇങ്ങനെ വീഴുന്നൊരു ചിത്രം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2002 ലോകകപ്പിലേക്ക് എത്തുന്ന സമയത്ത് സെനഗൽ എന്ന രാജ്യമായിരുന്നു ഫ്രാൻസിന് ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ. അതായത് സെനഗൽ വേഴ്സസ് ഫ്രാൻസ്. ഈ ലോകകപ്പിലും ഇതേപോലെ സെനഗൽ വേഴ്സസ് ഫ്രാൻസ് ഉണ്ടാവും ഈ ഗ്രൂപ്പിൽ. അപ്പം അന്ന് സെനഗൽ ഈ ഗ്രൂപ്പിൽ ഉണ്ടാകുമ്പോൾ ഒരാൾ പോലും സെനഗൽ ഫ്രാൻസിനെ അട്ടിമറിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, ആരും വിചാരിച്ചിരുന്നില്ല. കാരണം സെനഗൽ എന്ന് പറയുമ്പോൾ ഫുട്ബോളിൽ തന്നെ അവരുടെ ആദ്യത്തെ ലോകകപ്പ് കളിക്കുന്നൊരു ടീമായിരുന്നു അന്ന് സെനഗൽ. അപ്പം അത്രയും അതും പിന്നെ അതിന് വേറെ ചരിത്രപരമായിട്ടുള്ള കുറേ രാഷ്ട്രീയപരമായിട്ടുള്ള കുറേ ബന്ധങ്ങളുണ്ട്. കാരണം സെനഗൽ എന്നുള്ള രാജ്യത്ത് ഒരു കാലത്ത് ഫ്രഞ്ച് കോളനി ആയിരുന്നു. അപ്പോൾ ഫ്രഞ്ച് കോളനിയായ സെനഗൽ ഈ ഫ്രാൻസിനെ അട്ടിമറിക്കുമെന്ന് ഒരാളും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ബൂപ്പ ദിയോപ്പിൻ്റെയൊക്കെ ഗോളിൽ എൽഹാജി ദിയോഫിൻ്റെയും മറ്റുമൊക്കെ മികച്ച പ്രകടനത്തിൻ്റെ പുറത്ത് ഫ്രാൻസിനെ അവർ അട്ടിമറിക്കുന്നത്. ആ മത്സരത്തിൽ സിദാൻ കളിച്ചിരുന്നില്ല, സിദാൻ പരിക്കായതുകൊണ്ട് മാറിയുന്ന മത്സരമായിരുന്നു. പക്ഷേ അതിനുശേഷം ഫ്രാൻസിന് ആ മത്സരത്തിൽ ആ തോൽവിയോടുകൂടി ഫ്രാൻസിന് ആ ലോകകപ്പിൽ തന്നെ അതിനുശേഷമുള്ള മത്സരങ്ങൾക്കും കാര്യമായിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല. സിദാൻ വരുമ്പോഴത്തേക്കും അവരേതാണ്ടൊരു തകർന്ന മട്ടിലായിരുന്നു, അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരു ചരിത്രം ആവർത്തിക്കുന്നത് പോലെ തന്നെയാണ് സെനഗൽ വേഴ്സസ് ഫ്രാൻസ് മത്സരം ഈ ലോകകപ്പിൽ ഉണ്ടാവുക. അന്ന് സെനഗൽ മുന്നേറിയ മുന്നേറ്റം ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. അവർ ക്വാർട്ടറിൽ എത്തിയിട്ടുണ്ട്, അവർ സ്വീഡൻ തോൽപ്പിച്ചിട്ടുണ്ട്. അവസാനം തുർക്കിയോട് തോറ്റിട്ടാണ് അവർ ആ ലോകകപ്പിൽ നിന്നും മാറുന്നത്. ബൂപ്പ ദിയോപ്പൊക്കെ ആ ഒരു ഗോളോട് കൂടി, അല്ലെങ്കിൽ എൽഹാജി ദിയോഫൊക്കെ ആ ടൂർണമെന്റിലെ പ്രകടനത്തോടു കൂടി അവരുടെ ഒരു നാഷണൽ ഹീറോസായി മാറിയത് നമ്മൾ കണ്ടു. അതുപോലെ തവണ പാപ്പ ദിയോപ്പിനെയും ദിയോഫിനെയും പോലെ എത്തവണ ഞെട്ടിക്കാൻ പോകുന്നത് സാദിയോ മാനെയും ഇസ്മായില സാറും ഒക്കെ ആയിരിക്കും. കാരണം സാദിയോ മാനെ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ്. അത് അദ്ദേഹം ഒരു വേൾഡ് തലത്തിൽ തന്നെ അറിയപ്പെട്ട് കഴിഞ്ഞു. ആഫ്രിക്കൻ ഗോട്ടാണ് സാദിയോ മാൻ എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ ആ ഒരു വിവാദത്തിന്, അതായത് ഇപ്പൊ ഈ ആഫ്രിക്കൻ കപ്പിനിടയിലുള്ള കുറേ വിവാദം, മൊറോക്കോയായിട്ടുള്ള മത്സരത്തിനിടയിലുള്ള കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അവരെ പുറത്താക്കുന്നു, പിന്നീട് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ പോകുന്നു. അവർക്ക് നേരത്തെ വിജയിയായിരുന്ന സെനഗലിനെ മാറ്റുന്നു. അപ്പം അത്തരത്തിൽ ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം അവർ കളിക്കുന്ന ഒരു മേജർ ടൂർണമെൻ്റാണ്